ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ആണ്. ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലൈൻസ് സ്റ്റിച്ച് ബോർഡിൽ വരച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ചിൻ്റെ പേര് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് 3 ലെയറായിട്ടാണ് എടുക്കേണ്ടത്. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോഴേ ആ പേര് പോലെ തന്നെയാണ്, ക്രോസ് ആയിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ്. താഴെ നിന്ന് മുകളിലേക്ക് നീഡിൽ കൊണ്ടുവരാം. മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ക്രോസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വരച്ചു കൊടുത്ത ലൈനിൻ്റെ അറ്റത്തായിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കുത്തിയിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. ത്രെഡിൽ കെട്ട് വീഴാതെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് കിട്ടും. ഇനി നമുക്ക് ത്രെഡ് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ക്രോസ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മുകളിലെ ഭാഗത്തു നിന്ന് തന്നെയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോസ് ആയിട്ട് അതിൻ്റെ എൻഡിലേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി താഴ്ഭാഗത്ത് നിന്ന് നേരെ ക്രോസ് ആയിട്ട് മുകൾ ഭാഗത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെയും മുകൾ ഭാഗത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ മുഴുവനായിട്ടും ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ക്രോസ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ക്രോസ് മാർക്ക് ചെയ്യാതെയാണ് ഞാൻ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഏതൊരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് മെറ്റീരിയൽ വലിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തമായിട്ടൊന്ന് ചുരുങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ വലിച്ചു കൊടുക്കുക. സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ട് ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത സ്റ്റിച്ച് കറക്റ്റാണോ നോക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് വശം ശ്രദ്ധിച്ചാൽ മതി. ബാക്ക് വശം സെയിം പാറ്റേണിലാണ് ഉള്ളതെങ്കിൽ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അതിന് നമ്മൾ 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ലാതെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. മേൽഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ത്രെഡ് ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ നേരെ താഴെയായിട്ട് നീഡിൽ കുത്താൻ പാടില്ല. അല്പം സ്പേസ് വിട്ടിട്ട് ഇതുപോലെ കുത്തുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് വരച്ച വരയിലേക്ക് നീഡിൽ കൊണ്ടുപോയിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ത്രെഡ് ഇതുപോലെ നീഡിലൂടെ ചുറ്റിക്കൊടുത്തതിന് ശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കിട്ടും. സെയിം മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നേരെ താഴെ കുത്താതെ അല്പം സ്പേസ് വിട്ടിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നീഡിലോട്ട് ത്രെഡ് ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ക്രോസ് സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ്. സ്റ്റിച്ച് ബോർഡിൽ മാർക്ക് ചെയ്ത അത്രയും ഭാഗം ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.
അങ്ങനെ സ്റ്റിച്ച് ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം കറക്റ്റ് സെയിം പാറ്റേണിലാണോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. സെയിം പാറ്റേണിലാണെങ്കിൽ നിങ്ങൾ ചെയ്ത സ്റ്റിച്ച് കറക്റ്റാണ്. ഈ 2 സ്റ്റിച്ച് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.